ഒരിക്കൽ യിരെമ്യാ പ്രവാചകനോട് ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, നീ കുശവന്റെ ഭവനത്തിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കും. യിരെമ്യാവ് ദൈവം പറഞ്ഞതനുസരിച്ച് കുശവന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച, താൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കളിമണ്ണ് കൊണ്ട് ചക്രത്തിൽ പാത്രത്തെ താൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാത്രം തൻ്റെ കയ്യിൽ ചീത്തയായി പോയതിനു ശേഷം ആ പാത്രത്തെ താൻ ഉടച്ചിട്ട് വീണ്ടും തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി അതിനെ മാറ്റുകയാണ്. ദൈവം ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കയ്യിലെ കളിമണ്ണാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവമായി പണിതെടുക്കേണ്ട ചില മേഖലകളുണ്ട്. തകർന്നുപോയ നമ്മുടെ ജീവിതത്തെ പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഉടഞ്ഞുപോയ പാത്രത്തെ വീണ്ടും പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും. തകർന്നുപോയ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് പണിയാൻ പോകുന്നു. നിങ്ങളുടെ സാഹചര്യത്തെ കർത്താവ് പണിതെടുക്കാൻ പോകുന്നു. കാരണം നിങ്ങൾ തകർന്നത് കുശവനാകുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ കയ്യിലിരുന്ന് തകർന്നാൽ, ദൈവത്തിൻ്റെ ചക്രത്തിലിരുന്ന് തകർന്നാൽ നാം ഒരിക്കലും നശിച്ചു പോകുകയില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ വീണ്ടും മനോഹരമാകുന്ന മറ്റൊരു പാത്രമായതുമാണ്.